കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. സത്യത്തിൽ ഇങ്ങനെ ഒരു കത്ത് കാന്തപുരത്തിന്റെ മകനായ ഹക്കീം അസ്ഹരി ഉസ്താദ് അയച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു തെറ്റായ വാർത്ത ആദ്യം റിപ്പോർട്ടർ ചാനലിലാണ് വന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ തമ്മിലുള്ള തർക്കം ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ശക്തമായ വിജയത്തെ തുടർന്നിട്ട് കാന്തപുരം വിഭാഗത്തെ അകാരണമായിട്ട് വേട്ടയാടുന്നൊരു വിഭാഗം വർദ്ധിച്ചു വരിക. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർക്കൊരു മനസ്സംതൃപ്തി. അതായത് കാന്തപുരം വിഭാഗത്തിലെ ഹക്കീം അസ്ഹരി ഉസ്താദ്, അതായത് കാന്തപുരത്തിൻ്റെ മകൻ, ഒരു പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു. വാർത്ത എങ്ങനെയാണ്? കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്നു പറ്റി ഞങ്ങൾ KPCCക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. ഇപ്പോൾ KPCCക്ക് ഇപ്പോൾ കാന്തപുരം വിഭാഗം കത്തയക്കേണ്ട ഒരു ആവശ്യം എന്താണ്? അവരിഷ്ടം പോലുള്ള ആളുകൾ അവർക്ക് VD സതീശനെയോ മറ്റാരിലേക്ക് മുഖ്യമന്ത്രിയാക്കി എന്തായിക്കോട്ടെ, ഇതെന്തിനാ ഹക്കീം അസ്ഹരി കത്തയക്കുന്നത്? അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ സുന്നി ആക്ടിവിസ്റ്റ് ജവാദ് മുസ്തഫാവിയും അതേപോലെ വഹാബ് സക്കാഫി മമ്പാടും ഒക്കെ ഒരുപാട് പ്രസ്താവന ഇറക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും കാന്തപുരം വിഭാഗത്തിലെ നല്ലൊരാളുകളും ഇടതുപക്ഷ അനുകൂലികളായിരിക്കും. അങ്ങനെ ഇടതുപക്ഷത്തിനൊപ്പം എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ KPCC പ്രസിഡന്റിന് കത്തയക്കുക, അതിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് കത്തയക്കുക. ഇതാണ് ഈ വാർത്ത. സത്യത്തിൽ ഇങ്ങനെ ഒരു കത്ത് കാന്തപുരത്തിൻ്റെ മകനായ ഹക്കീം അസ്ഹരി ഉസ്താദ് അയച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു തെറ്റായ വാർത്ത ആദ്യം റിപ്പോർട്ടർ ചാനലിലാണ് വന്നത്. പിന്നെ അത് മീഡിയ വൺ ഏറ്റെടുത്തു. വേറൊരു ചാനലിലും മാതൃഭൂമിയിലൊന്നും ഞാൻ കണ്ടില്ല. ഈ 2 ചാനലിലാണ് ആ വാർത്ത വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കള്ള വാർത്ത ഉണ്ടാക്കിയിട്ട് കാന്തപുരം വിഭാഗത്തിനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് മുന്നിൽ അപഹസിക്കാൻ വേണ്ടിയിട്ട്, വേട്ടയാടാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു വാർത്ത. സംഗതി ഉണ്ടായത് എന്താണ്? പത്രക്കാർ ഹക്കീം അസ്ഹരിയോട് ചോദിച്ചു, VD സതീശൻ മുഖ്യമന്ത്രി ഞങ്ങളെ പിന്തുണക്കോ? VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നല്ലതല്ലേ എന്ന് പറഞ്ഞു. അല്ല, ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം, അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, ചെന്നിത്തല ആയിക്കോട്ടെ. അപ്പോൾ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ 6 മാസം കഴിയുമ്പോഴേക്കും മത്സരിക്കണം. ഇതിന് മുൻപ് അങ്ങനെ AK ആന്റണി നിന്നിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത്ര മാത്രമാണ് ഹക്കീം അസ്ഹരി ഉസ്താദ് 3ന്റെ സാധ്യതകളും പറഞ്ഞു. ഇതിനെന്തിനാണ് മാധ്യമങ്ങൾ KPCCക്ക് കത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വാർത്ത പറയുന്നത്? സൈബർ പോരാളികൾ കാന്തപുരം ഉസ്താദിന്റെയും ഹക്കീം അസ്ഹരി ഉസ്താദിനെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് വളരെ മോശം രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് എന്താണ്? ഇവർ നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ്. ഇപ്പോൾ മലബാറിലും മറ്റെല്ലായിടങ്ങളിലും UDFന് വലിയ ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി വാപ്പിയും മോനും കൂടി കള്ളക്കളി കളിക്കുകയാണെന്ന് പറഞ്ഞു പരത്താം. സത്യത്തിൽ AP വിഭാഗം ഇടതിനോ വലതിനോ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു പിന്തുണയൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയം പോലെയുള്ള പിന്തുണ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാനൊരു AP-കാരനല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ പ്രത്യേക സർക്കുലറൊന്നും വന്നിട്ടില്ല. പക്ഷെ പലയിടങ്ങളിലും AP-കാർ പരമ്പരാഗതമായിട്ട് LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്, UDFനും വോട്ട് ചെയ്തവരുണ്ട്. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ UDFന് ഗംഭീരമായ വിജയം. ഇതിന് ഒരു കാര്യം വ്യക്തമാണ്, മിക്ക AP-കാരും വോട്ട് ചെയ്തത് ആർക്കായിരിക്കും? UDFനായിരിക്കും. സുന്നികൾ എന്നറിയപ്പെടുന്ന തലപ്പാവ് ധരിച്ച ഒരു വിഭാഗം ആളുകൾ ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ, അതും അഹ്സനി ബിരുദമുള്ള ആളുകൾ തന്നെയാണ് കാന്തപുരം ഉസ്താദിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് സംഘടനാപരമായ വിയോജിപ്പാണ്. കാന്തപുരം വിഭാഗത്തിൻ്റെ ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ ഈ കാണിക്കുന്നത് കാന്തപുരം വിഭാഗത്തിന് അന്യായമായിട്ട് വേട്ടയാടലാണ്. ഒരു പക്ഷെ അതിന് ഇടയാക്കിയിട്ടുണ്ടാവുക ഈ ജവാദ് മുസ്തഫാവയും ഈ വഹാബ് സക്കാഫി മമ്പാടുമാണ്. പക്ഷേ ഈ 2 പേരും ഇടതുപക്ഷത്തിന് വളരെയധികം പിന്തുണയും എന്താ പറയുക, കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് എന്ന രീതിയിലൊക്കെ വല്ലാതെ എഴുതി പിടിപ്പിച്ചവരാണ്. അങ്ങനെ പരസ്യമായിട്ട് ഇടതുപക്ഷത്തിനൊരു പിന്തുണയൊന്നും AP-കാർ കൊടുത്തിട്ടില്ല. അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താണോ ആ നാട്ടിലുള്ള ഒരാൾ യുക്തമാണോ തോന്നിയിട്ട് അവർക്ക് വോട്ട് ചെയ്യുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. AP-കാരിൽ നിന്ന് കൊടുത്തൊരു നിർദ്ദേശം അങ്ങനെയാണ്. പല സ്ഥലങ്ങളിലും അവർക്ക് തോന്നിയിട്ടുണ്ട് അത് UDFന് കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെയും ഹക്കീം അസ്ഹരി ഉസ്താദിനെയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കീറി മുറിക്കുന്നതല്ല, ശരിയല്ല. മീഡിയ വണ്ണിൽ വന്ന് ഈ വാർത്തയൊന്ന് കാണും. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. കെ.സി. ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ്. MLA അല്ലാതെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി കത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മുഹമ്മദ് അസ്ലം, അതായത് നോക്കൂ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ കാണുന്നുണ്ട് VD സതീശന് വേണ്ടി അതായത് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഫ്ലക്സുകൾ ഉയരുന്നു, ശക്തി പ്രകടനം പോലും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ഇതാ കെ.സി. വേണുഗോപാലിന് വേണ്ടി ഇപ്പോൾ നേതാക്കൾ തന്നെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ?
തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിച്ചിരുന്ന കാന്തപുരം വിഭാഗം ഇപ്പോൾ UDF വന്ന ഘട്ടത്തിൽ KC വേണുഗോപാലിനെ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ഔദ്യോഗികമായി കത്തയച്ച കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഹൈക്കമാൻഡിന് KCക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കത്ത് അബ്ദുൽ ഹക്കീം അസ്സരി കാന്തപുരം കാന്തപുരത്തിന്റെ മകൻ AP അബ്ദുൽ ഹക്കീം അസ്സരി അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം പിന്നെ കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അദ്ദേഹം ചില മാധ്യമങ്ങൾക്കിവിടെ നടത്തിയ പ്രതികരണത്തിലും പറയുന്ന കാര്യം KC ദേശീയ തലത്തിൽ പാർട്ടിയെ നയിച്ച ഒരാളാണ്, സംഘടനയെ നയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണത്തെ നയിക്കുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല. മാത്രമല്ല MLA അല്ലാത്ത ആൾ മുഖ്യമന്ത്രിയായ ചരിത്രം കോൺഗ്രസിൽ തന്നെയുണ്ട്. AK ആന്റണിയുടെ ചരിത്രം ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിലും തടസ്സങ്ങളില്ല. മറ്റു 3 പേരും VD സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച നേതാക്കളാണെന്ന് പറയുമ്പോൾ പോലും ഒരു ആനുകൂല്യം അല്ലെങ്കിൽ പിന്തുണയുടെ കൂടുതൽ നൽകുന്നത് KC വേണുഗോപാലിനാണ്. ഒരുപക്ഷെ പലതരത്തിൽ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പുറത്തുനിന്ന പ്രതികരണങ്ങളിലും അതോടൊപ്പം തന്നെ പ്രകടനങ്ങളൊക്കെ തന്നെ VD സതീശന് അനുകൂലമായിട്ടാണ് വരുന്നത്. അതേസമയം തന്നെ കാന്തപുരം വിഭാഗം അവരുടെ പിന്തുണ KC വേണുഗോപാലിനായി അറിയിച്ചിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. അപ്പോൾ ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചാനലിൽ വന്ന വാർത്തയെ തുടർന്ന് വന്നൊരു വാർത്തയാണ്. ഇതിലൊരു കത്തയച്ച കാര്യം പറയുന്നുണ്ട്. ഈ കത്തയച്ചത് ഇങ്ങനെ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും പറയുന്നത് കത്തയച്ചത് പരസ്യമായിട്ട് സമ്മതിക്കില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇങ്ങനെ കത്തയച്ചിട്ടില്ല എങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വക്കീൽ നോട്ടീസ് അയക്കാത്തത്? ഇങ്ങനെ കത്തയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും അത് ശരിയല്ല. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതിനോട് ഒരു മതസംഘടന കത്തയക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എപ്പിക്കാരെങ്ങനെ ഹക്കീം അസ്സരി കത്ത് അയച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ പറയുന്ന വാർത്ത കള്ളമാണ്. അങ്ങനെ കത്തയച്ചു എന്നാണ് ഈ വാർത്തയിലുള്ളത്. എന്തുകൊണ്ടൊരു വക്കീൽ നോട്ടീസോ നിയമപരമായ നടപടിക്കോ മുതിരുന്നില്ല? നമ്മൾ ഈ മതസംഘടനകൾ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ചയിൽ നമ്മൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ തീരുമാനിക്കണം എന്തല്ല, അതൊരു ശരിയായ നടപടിയല്ല. ഇപ്പോൾ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നതിന് ഇടയാക്കാൻ കാരണം നമ്മളിത് രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ്. ഇപ്പോൾ ലീഗിന്റെ ജയിച്ചു പോയ ആളുകളൊക്കെ ഓരോ ആളുകളും സന്ദീപ് വാര്യര്, PK നവാസ്, VT ബൽറാം എല്ലാവരും കാന്തപുരം ഉസ്താദ് ഹക്കീം അസ്സരി കാണാൻ വരികയാണ്. അത് വരാൻ മാത്രം പവർഫുൾ ആണ്. അപ്പൊ ഇത് ആർക്കൊക്കെയോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കാന്തപുരം ഉസ്താദിനെയും ഹക്കീം അസ്സരി ഉസ്താദിനെയും കേരള മുസ്ലിം ജമാഅത്തിന്റെ ആളുകളെയും സാമൂഹിക മാധ്യമങ്ങളിൽ താറടിക്കാൻ വേണ്ടിയിട്ട് പല പാർട്ടികളുടെ സൈബർ പോരാളികളും വല്ലാതെ കിടന്ന് ഇടങ്ങറാവുന്നുണ്ട്. അത് കത്തയച്ചു എന്നുള്ളതാണ്. ഞാനത് വിശ്വസിക്കണില്ല. ഒരു പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതില്ലാത്ത വാർത്തയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നിയമപരമായ ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയോ നിയമപരമായ നടപടി എടുക്കുകയോ ചെയ്യാത്തത്? അവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സംശയം വരുന്നത്. ഒരു പക്ഷേ ഈ ഒരു ജവാദ് മുസ്തഫാവയും അതേപോലെ വഹാബ് സഖാഫി മമ്പാടും ഒക്കെ എപ്പോഴും ഇരുന്നിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് പോസ്റ്റിട്ട് ആളുകളുടെ ഉള്ളിൽ ഈ കാന്തപുരം വിഭാഗം കേരള മുസ്ലിം ജമാഅത്തൊക്കെ ഒരു ഇടതനുകൂലികളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യൂ, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് തോന്നലുണ്ടാക്കിയിട്ടുണ്ടാവാം. ഈ 2 പേരെയും കാന്തപുരം വിഭാഗത്തിന്റെ വക്താക്കളായിട്ട് കാന്തപുരം വിഭാഗം തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാണ്. ഇതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്, AP വിഭാഗത്തെ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങൾ താറടിക്കുന്നതിനോട് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ശരിയല്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട, ക്രൂരമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആക്രമിക്കപ്പെട്ട ഒരു വിഭാഗം എപ്പിക്കാരായിരിക്കാം. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രവാചകൻ, ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും അടങ്ങുന്ന വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. ഒരു ഗ്രാമത്തിൽ സമ്പന്നനായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു. ഈ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും ആ പ്രവാചകൻ ക്ഷമയോടുകൂടി മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് കണ്ടൊരു കാഴ്ച, വളരെ വലിയ അസുഖങ്ങളും പ്രയാസങ്ങളും ഈ ഒരു പ്രവാചകൻക്ക് പിടിപെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അദ്ദേഹത്തെ കൈവിട്ടു എന്നുള്ളതാണ്. ആ ഭാര്യ ഭർത്താവിനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. എല്ലാവരാലും ഒറ്റപ്പെട്ട ആ പ്രവാചകൻ പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഈ പരീക്ഷണങ്ങളൊക്കെ അവസാനിച്ച് അസുഖങ്ങൾ മാറി, നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകളൊക്കെ തിരിച്ചു കിട്ടി, പൂർവമായ വളരെ ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് ഈ പ്രവാചകൻ തിരികെ വന്നപ്പോൾ ആ ഭാര്യയും എന്ത് ചെയ്തു, തൻ്റെ തെറ്റു മനസ്സിലാക്കി തിരികെ വന്നു. ഏത് പ്രവാചകൻ കാണാൻ ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട്, ഭൗതികമായ എല്ലാ സുഖ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട്, വളരെയധികം പ്രയാസകരമായ അസുഖങ്ങളൊക്കെ വന്ന് ആ അസുഖങ്ങളെയൊക്കെ ക്ഷമയോടുകൂടി വരെ സ്വീകരിച്ചിട്ട്
വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്ന ആ പ്രവാചകൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഞാനതിന് പ്രത്യേകമായിട്ട് രാജ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഒരു വലിയ അസുഖങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് ആ അസുഖങ്ങളാൽ ക്ഷമയോടുകൂടി നിന്ന് അതിൽ വിജയിച്ച പ്രവാചകനാണ് ഈ ഒരു പ്രവാചകൻ. ഈ പ്രവാചകന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരവാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.